ഹലോ ഫ്രണ്ട്സ്, ദിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ കുറച്ച് ടൈം മതി, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഉരുളക്കിഴങ്ങ് തന്നെ ആയാലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മതിയാവും. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല, അല്ലാതെയും നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സവോളയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് കീറിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, പിന്നെ നമ്മൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടി ചേർത്തത്. അപ്പോൾ കുരുമുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല വേവിച്ചത്, വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചതെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കറി ഒരുപാട് അങ്ങ് തിളച്ച് പോകാൻ പാടില്ല. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കറി ഉണ്ടാവുക. അപ്പോൾ കറി കുറച്ചൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും നല്ല തിക്കായിക്കോളും. പിന്നെ ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് തിളച്ച് പോകാൻ പാടില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ കറിയാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്